ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു സ്റ്റേഡിയത്തെക്കുറിച്ച് മാത്രമല്ല. നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു സ്വപ്നത്തെക്കുറിച്ചാണ്, ഒരു വികാരത്തെക്കുറിച്ചാണ്, ഒരു ദുരന്തത്തെക്കുറിച്ചാണ്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ സ്വന്തം ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം അഥവാ കലൂർ സ്റ്റേഡിയം. ഈ സ്റ്റേഡിയത്തിന് എന്ത് സംഭവിച്ചു? നമ്മുടെ തിയേറ്റർ ഓഫ് ഡ്രീംസ് എങ്ങനെ ഹൗസ് ഓഫ് ഹൊറേഴ്സ് ആയി മാറി? ഈ ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. നമുക്ക് ആദ്യം ഹിസ്റ്ററിയിലേക്ക് പോകാം. 1996-ലാണ് കലൂർ സ്റ്റേഡിയം ഓപ്പൺ ചെയ്യുന്നത്. കൊച്ചിക്കാർക്ക് ഇത് വലിയൊരു അസറ്റായിരുന്നു. ആദ്യകാലത്ത് ഇതിന്റെ കപ്പാസിറ്റി 80,000 മുതൽ 1,00,000 പേർ വരെയായിരുന്നു. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേഡിയങ്ങളിൽ ഒന്നായിരുന്നു. ക്രിക്കറ്റ് മത്സരങ്ങൾക്കാണ് ഇത് ആദ്യം നിർമ്മിച്ചത്. ലോകത്തിലെ ഏറ്റവും നോയ്സിയസ്റ്റ് ക്രിക്കറ്റ് സ്റ്റേഡിയം എന്നൊരു പേരും ഇതിന് ലഭിച്ചു. ഇന്ത്യയുടെ പല വൺ ഡേ ഇന്റർനാഷണൽ ക്രിക്കറ്റ് മത്സരങ്ങൾക്കും ഇത് വേദിയായി. 2014 ഇന്ത്യൻ സൂപ്പർ ലീഗ് തുടങ്ങിയതോടെയാണ് സ്റ്റേഡിയത്തിന്റെ ഫെയ്റ്റ് മാറുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് FC-യുടെ ഹോം ഗ്രൗണ്ടായി ഇത് മാറി. പിന്നെ കണ്ടത് ഫുട്ബോൾ പ്രേമികളുടെ വലിയൊരു തിരമാലയായിരുന്നു. ഓരോ മത്സരത്തിനും സ്റ്റേഡിയം മഞ്ഞക്കടലായി നിറഞ്ഞു കവിഞ്ഞു. ഈ അന്തരീക്ഷം ലോകോത്തരമായിരുന്നു. 2016-ലെ ISL ഫൈനലിൽ ഇവിടെ രേഖപ്പെടുത്തിയ ശബ്ദം ലോകത്തിലെ ഏറ്റവും ഉച്ചത്തിലുള്ള നോയ്സുകളിൽ ഒന്നായി മാറി. അതായത് 128 ഡെസിബൽ. 2017-ൽ ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ഫിഫ അണ്ടർ-17 വേൾഡ് കപ്പ് മത്സരങ്ങൾക്കും ഈ സ്റ്റേഡിയം വേദിയായി. ഇതെല്ലാം കലൂർ സ്റ്റേഡിയത്തിന്റെ ഗ്ലോറി പീരിയഡ് ആയിരുന്നു. എന്നാൽ ഈ തിളക്കത്തിന് അധികം ആയുസ്സുണ്ടായില്ല. വർഷങ്ങൾ കഴിയുന്തോറും സ്റ്റേഡിയത്തിന്റെ പരിപാലനം മോശമായി. 80,000 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന സ്റ്റേഡിയത്തിൽ ഫിഫയുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ വന്നപ്പോൾ കപ്പാസിറ്റി വലിയ തോതിൽ കുറച്ചു. 2017-ലെ വേൾഡ് കപ്പിന് 29,000 പേരെ മാത്രമാണ് അനുവദിച്ചത്. ISL-ൽ പോലും ഇത് 30,000 മുതൽ 35,000 വരെയായി ചുരുക്കി. അറ്റകുറ്റപ്പണി ഇല്ലാത്തതിനാൽ സ്റ്റേഡിയം ക്ഷയിച്ചു തുടങ്ങി. സ്റ്റേഡിയത്തിന്റെ വാടക വളരെ കൂടുതലായിരുന്നു. ഇത് കാരണം വലിയ സ്പോർട്സ് ഇവന്റുകൾ നടത്താൻ ഓർഗനൈസർമാർക്ക് മടിയായി. കേരള ബ്ലാസ്റ്റേഴ്സ് പോലുള്ള ക്ലബ്ബുകൾക്ക് പോലും ഇവിടെ കളിക്കാൻ ബുദ്ധിമുട്ടായി. വാടകയുടെ കാര്യത്തിൽ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി. ഫോർക്ക കൊച്ചി FC പോലുള്ള ക്ലബ്ബുകൾ ഈ ചെലവ് കാരണം ഈ സ്റ്റേഡിയം വിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയി. സ്റ്റേഡിയത്തിന്റെ ഉടമസ്ഥരായ ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റി GCDയെ സ്റ്റേഡിയം സ്പോർട്ടിംഗ് ആവശ്യങ്ങൾക്കല്ലാതെ മറ്റ് വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പ്ലാൻ ചെയ്തു. സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനായിരുന്നു ഇത്. കലൂർ സ്റ്റേഡിയം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അതിന്റെ സുരക്ഷാ പ്രശ്നങ്ങളാണ്. ഇവിടെ കളിക്കാൻ വരുന്നവരും കളി കാണാൻ വരുന്നവരും ഒരുപോലെ ഭീഷണിയിലാണ്. ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷന്റെ ജനറൽ സെക്രട്ടറി വിൻസർ ജോൺ സ്റ്റേഡിയം സന്ദർശിച്ച ശേഷം പറഞ്ഞ വാക്കുകൾ ഞെട്ടിക്കുന്നതായിരുന്നു. കാണികൾ ഗംഭീരം, പക്ഷേ സുരക്ഷാ ക്രമീകരണങ്ങൾ തൃപ്തികരമല്ല. ദിസ് സ്റ്റേഡിയം ഈസ് എ റെസിപ്പി ഓഫ് ഡിസാസ്റ്റർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ കേരള ബ്ലാസ്റ്റേഴ്സിന് 2025-26 സീസണിലെ പ്രീമിയർ 1 ലൈസൻസ് നിഷേധിക്കാൻ ഒരു കാരണം ഇതാണ്. കഴിഞ്ഞ വർഷം VIP ഗാലറിയിൽ നടന്ന ഒരു ഇവന്റിനിടെ ഉണ്ടായ അപകടത്തിൽ MLA ഉമാ തോമസിന് ഗുരുതരമായി പരിക്കേറ്റതും സുരക്ഷാ വീഴ്ചയുടെ തെളിവാണ്. സ്റ്റേഡിയത്തിന്റെ റൂഫ്, പില്ലേഴ്സ്, സ്മോക്ക് ഡിറ്റക്ടേഴ്സ് എന്നിവയെല്ലാം മോശം കണ്ടീഷനിലാണ് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ പ്രതിസന്ധികൾക്കിടയിലാണ് 2025-ൽ ഒരു വലിയ പ്രതീക്ഷ വരുന്നത്. ലോക ഫുട്ബോളിലെ സൂപ്പർ സ്റ്റാറായ ലയണൽ മെസ്സിയുടെ നേതൃത്വത്തിലുള്ള അർജന്റീന ടീം കൊച്ചിയിൽ ഒരു ഫ്രണ്ട്ലി മാച്ച് കളിക്കാൻ വരുന്നു എന്ന വാർത്ത പരന്നത്. ഇത് കേരളത്തിലെ ഫുട്ബോൾ ആരാധകരെ ആവേശത്തിലാക്കി. ഈ മത്സരത്തിനായി യുദ്ധകാലാടിസ്ഥാനത്തിൽ സ്റ്റേഡിയം നവീകരിക്കാൻ തീരുമാനിച്ചു. ഈ നവീകരണത്തിനായി ഏകദേശം 70 കോടി രൂപ ചെലവ് വരുമെന്ന് സ്പോൺസർമാർ പ്രഖ്യാപിച്ചു. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ആൻഡോ അഗസ്റ്റിൻ ആയിരുന്നു ഈ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തത്. GCDയുടെ അനുമതിയോടെ ചെലവ് മുഴുവൻ സ്പോൺസർ വഹിക്കണമെന്നായിരുന്നു കണ്ടീഷൻ. പിച്ച് രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തുക, അത്യാധുനിക ലൈറ്റിംഗ് സിസ്റ്റം സ്ഥാപിക്കുക, 50,000 കാണികളെ ഉൾക്കൊള്ളാൻ സജ്ജീകരണങ്ങൾ ഒരുക്കുക, VIP ലോഞ്ചുകളും ഹോസ്പിറ്റാലിറ്റി ബോക്സുകളും ഉണ്ടാക്കുക, സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പാക്കുക എന്നിവയായിരുന്നു പ്രധാന ലക്ഷ്യങ്ങൾ. നവംബറിൽ മത്സരം നടക്കേണ്ടതുകൊണ്ട് ഒക്ടോബറിൽ തന്നെ നവീകരണ ജോലികൾ തുടങ്ങി. മിനിസ്റ്റർ V അബ്ദുറഹ്മാൻ സ്റ്റേഡിയം പരിശോധിച്ചു. ഫയർ സേഫ്റ്റി അടക്കമുള്ള കാര്യങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശിച്ചു. മെസ്സി വരുന്നു എന്ന വാർത്ത എത്രത്തോളം സന്തോഷം നൽകിയോ അതിനേക്കാൾ വലിയ വിവാദങ്ങളാണ് പിന്നീടുണ്ടായത്. നവംബറിലെ ഫിഫ വിൻഡോയിൽ അർജന്റീനയുടെ മത്സരം കൊച്ചിയിൽ ഉണ്ടാകില്ല എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. സ്റ്റേഡിയം കൃത്യസമയത്ത് ഫിഫയുടെ അംഗീകാരം നേടുന്നതിൽ പരാജയപ്പെട്ടു. ഇത് ആരാധകർക്ക് വലിയ നിരാശ നൽകി. മത്സരം റദ്ദായതോടെ നവീകരണത്തിന്റെ പേരിലുള്ള ഇടപാടുകൾ വലിയ വിവാദമായി. കോൺഗ്രസ് MLA ഉമാ തോമസ് GCDയെ ഒരു കരാറും ഒപ്പിടാതെയാണ് സ്റ്റേഡിയം ഒരു പ്രൈവറ്റ് പാർട്ടിക്ക് കൈമാറിയതെന്ന് ആരോപിച്ചു. കോൺഗ്രസ് MP ഹൈബി ഈഡൻ ഷെയ്ഡി ഡീലാണ് ഇതിന് പിന്നിലെന്ന് പറഞ്ഞു. സ്റ്റേഡിയം നവീകരിക്കുന്നതിന് പിന്നിൽ അനധികൃതമായ സ്പോൺസർഷിപ്പാണ് എന്നും ആരോപണമുണ്ടായി. സ്പോർട്സ് മിനിസ്റ്റർ V അബ്ദുറഹ്മാൻ ഈ ആരോപണങ്ങൾ പാടെ നിഷേധിച്ചു. ട്രാൻസ്പെരന്റ് ആയ പ്രോസസ് വഴിയാണ് സ്പോൺസറെ തിരഞ്ഞെടുത്തതെന്നും സ്പോൺസർക്ക് നവംബർ 30-ന് ശേഷം സ്റ്റേഡിയത്തിൽ അവകാശമില്ലെന്നും ക്ലാരിഫൈ ചെയ്തു. നവീകരണത്തിനിടെ ഒരു വിചിത്രമായ സംഭവമുണ്ടായി. വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചി മെട്രോയുടെ കളർ ടോണിനനുസരിച്ച് 66 ലക്ഷം രൂപ മുടക്കി സ്റ്റേഡിയം പെയിന്റ് ചെയ്തിരുന്നു. ഇതിന് 5 വർഷത്തെ വാറന്റിയും ഉണ്ടായിരുന്നു.
എന്നാൽ സ്പോൺസർ ആരോടും ആലോചിക്കാതെ സ്റ്റേഡിയത്തിന്റെ കളർ ടോൺ മാറ്റി ഗ്രേയും ചുവപ്പും നിറം പൂശി. ഇതോടെ പഴയ പെയിന്റിംഗിന്റെ വാറന്റി റദ്ദായി. പൊതുപണം വെള്ളത്തിലാക്കി എന്നാണ് വിമർശനം. മത്സരം റദ്ദായെങ്കിലും മിനിസ്റ്റർ നവീകരണ ജോലികൾ തുടരുമെന്ന് പ്രഖ്യാപിച്ചു. സ്റ്റേഡിയം ഫിഫ നിലവാരത്തിലേക്ക് ഉയർത്താൻ തീരുമാനിച്ചു. 2026 മാർച്ചിൽ അർജന്റീന ടീം വരാൻ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നും അതിനു മുൻപ് സ്റ്റേഡിയത്തിന് ഫിഫയുടെ അംഗീകാരം നേടാനാണ് ശ്രമമെന്നും മിനിസ്റ്റർ പറഞ്ഞു. എന്താണ് നടന്നുകൊണ്ടിരിക്കുന്ന ജോലികൾ? 35,000 സീറ്റുകൾ മാറ്റുന്നു. ഫയർ അലാമുകളും എക്സ്റ്റിംഗ്വിഷറുകളും ഫിക്സ് ചെയ്യുന്നു. ലൈറ്റ് പോകുന്നത് പരിഹരിക്കാൻ ഇലക്ട്രിക്കൽ കേബിൾ സിസ്റ്റം മാറ്റുന്നു. അടഞ്ഞു കിടന്ന 28 ഇവാക്യുവേഷൻ ഡോർസ് തുറന്നു. പാർക്കിംഗ് ഏരിയ ടാർ ചെയ്യുന്നു. കച്ചവട സ്ഥാപനങ്ങളിലെ ഗ്യാസ് സിലിണ്ടർ ഭീഷണി ഒഴിവാക്കാൻ പൈപ്പ് കണക്ഷൻ നൽകാൻ തീരുമാനിച്ചു. സ്റ്റേഡിയത്തിന് ചുറ്റുമുള്ള മതിൽ നിർമ്മിക്കുന്നതിലും കോർപ്പറേഷനും GCDAയും തമ്മിൽ വിവാദമുണ്ട്. തോടിന്റെ സംരക്ഷണ ഭിത്തിയിൽ മതിലുണ്ടാക്കുന്നതാണ് പ്രശ്നം. കേരള ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് അടക്കം പലരും ചോദിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെ വലിയ ഫാൻ ബേസ് ഉള്ള ഒരു ക്ലബിന് സ്വന്തമായി ഒരു ഫുട്ബോൾ സ്റ്റേഡിയം ഉണ്ടാക്കിക്കൂടെ എന്നതാണ്. കലൂർ സ്റ്റേഡിയം ഫുട്ബോളിന് പറ്റിയ രൂപത്തിലല്ല നിർമ്മിച്ചിരിക്കുന്നത്. ഗാലറികൾ ഫീൽഡിൽ നിന്ന് വളരെ ദൂരെയാണ്. ഇത് ഫുട്ബോളിന്റെ അന്തരീക്ഷത്തിന് അനുയോജ്യമല്ല. കൊച്ചിയുടെ അഭിമാനമായിരുന്ന ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഇന്ന് മാനേജ്മെന്റ് പ്രശ്നങ്ങളുടെയും സുരക്ഷാ വീഴ്ചകളുടെയും രാഷ്ട്രീയ വിവാദങ്ങളുടെയും നടുവിലാണ്. നമ്മുടെ പ്രിയപ്പെട്ട സ്റ്റേഡിയം ക്രിക്കറ്റിനും ഫുട്ബോളിനും സിനിമാ ഷൂട്ടിങ്ങിനും രാഷ്ട്രീയ റാലികൾക്കും വേദിയാകുമ്പോൾ അതിന്റെ സുരക്ഷ ആർക്കും ഒരു കോംപ്രമൈസും ആകരുത്. നവീകരണ ജോലികൾ കൃത്യസമയത്ത് പൂർത്തിയാക്കാനും അഴിമതിയില്ലാതെ ട്രാൻസ്പെറന്റ് ആയ രീതിയിൽ ഫണ്ട് ഉപയോഗിക്കാനും അധികൃതർ ശ്രദ്ധിക്കണം. ഒപ്പം സ്റ്റേഡിയത്തിന്റെ പരിപാലനത്തിനായി ഒരു ശരിയായ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയെ GCDAയും സർക്കാരും ചേർന്ന് ഉടൻ കണ്ടെത്തണം. എങ്കിൽ മാത്രമേ നമ്മുടെ സ്വപ്നങ്ങളുടെ ഈ സ്റ്റേഡിയം വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരൂ. ഒരു ദുരന്തത്തിന് ഇനി ഇവിടെ സ്കോപ്പ് ഉണ്ടാകരുത്. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ജയ് ഹിന്ദ്.